ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ 4ാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ മെൽബണിൽ ഓസ്ട്രേലിയയ്ക്ക് ജയം. ഈ മത്സരത്തോടുകൂടി 4 ടെസ്റ്റ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 2-1 എന്ന നിലയിലാണ് ഓസ്ട്രേലിയ. ഈ മത്സരത്തിൽ 184 റൺസിനാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത ഇന്ത്യ 155 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇനി ഈ പരമ്പരയിൽ ഒരു ടെസ്റ്റ് മത്സരമാണ് ബാക്കിയുള്ളത്. അത് ജനുവരി 3-ാം തീയതി സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കും. ഇന്നത്തെ ഒരു മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്നലെ നിന്ന ഒരു പൊസിഷനിൽ നിന്ന് വീണ്ടും ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഇന്നലെ അവരുടെ 9 വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ക്രീസിലുണ്ടായിരുന്നത് നത്തൻ ലയനും സ്കോട്ട് ബോളണ്ടുമായിരുന്നു. ആ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു 6 റൺസ് കൂടി കൂട്ടിച്ചേർക്കുകയും 61 റൺസിന്റെ അവസാന വിക്കറ്റ് പാർട്ട്ണർഷിപ്പിന് ശേഷം ബുംറയുടെ ബോളിംഗിൽ നത്തൻ ലയൻ ബൗൾഡ് ആവുകയുമായിരുന്നു. തിരിച്ചു ബാറ്റ് ചെയ്യാനെത്തിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ടോട്ടലായിട്ടുള്ള ഒരു മത്സരം എന്ന് പറയുന്നത് 96 ഓവറുകളായിരുന്നു. അപ്പോൾ ഈ 96 ഓവറുകളിൽ രണ്ടാമത്തെ ഓവറിലെ 4ാമത്തെ ബോളിലാണ് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആയത്. അപ്പോൾ അതിനെ 2 ഓവറായിട്ട് കണക്കാക്കുകയും പിന്നെ 2 ഓവർ ചേഞ്ച് ഓഫ് ഇന്നിംഗ്സ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടീം ബാറ്റ് ചെയ്യാൻ വരുന്നതിന് ഇടയിലുള്ള ആ ഗ്യാപ്പിന് 2 ഓവർ ചേഞ്ച് ഓഫ് ഇന്നിംഗ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 2 ഓവർ ഇതിൽ നിന്ന് കുറയ്ക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 96 ഓവറിൽ 1.4 ഓവർ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തു, 2 ഓവർ ചേഞ്ച് ഓഫ് ഇന്നിംഗ്സ് വന്നു. പിന്നെ 92 ഓവറുകളാണ് ഇന്ത്യക്ക് കളിക്കാനായിട്ടുണ്ടായിരുന്നത്. ആ 92 ഓവറുകളിൽ 340 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറാണ് ഇന്ത്യ നേടേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിങ്ങിന്റെ തുടക്കം കണ്ടാൽ തന്നെ നമുക്കറിയാം ഇന്ത്യ ഒരിക്കലും ജയിക്കാനായിട്ടല്ല ഈ മത്സരത്തിൽ കളിച്ചത്. കാരണം അവർക്കറിയാം 340 റൺസ് 92 ഓവറിൽ 5ാമത്തെ ദിവസത്തെ ഒരു ടെസ്റ്റിലെ പിച്ചിൽ കളിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേടുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി മെൽബൺ പോലത്തെ ഒരു പിച്ചിൽ നേടുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി അല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് ആണ് ഇന്ത്യ യൂസ് ചെയ്തത്. വളരെ നന്നായിട്ട് നമുക്ക് ഈ 5ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്ന സമയത്ത് ന്യൂ ബോളിൽ വിക്കറ്റ് എടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടു. പതിവിന് വിപരീതമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആണ് രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് വന്നത്. 16ാമത്തെ ഓവർ വരെ അതങ്ങനെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു. 15 ഓവറുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ന്യൂ ബോളിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല എന്നറിയാം. പക്ഷേ 16ാമത്തെ ഓവറിൽ രോഹിത് ശർമ്മയുടെ ശ്രദ്ധ നഷ്ടപ്പെടുകയും എപ്പോഴും അദ്ദേഹം ചെയ്യുന്നത് പോലെ അനാവശ്യമായിട്ടുള്ള ഒരു അടിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മത്സരത്തിൽ ഈ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അത് വളരെ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു, നേരെ സ്ലിപ്പിൽ പോയി ഔട്ടായി. ഇങ്ങനെയൊക്കെ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ, ഒരു മൊമെന്റത്തിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ പിന്നെ മറ്റേ ടീം, ഓപ്പോസിറ്റ് ടീം ഒരു ചാർജ് ആവുകയും പലപ്പോഴും നല്ല ബോളുകൾ അപ്പോൾ അവർ ബോൾ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കാണാറുണ്ട്. അത് തന്നെയാണ് KL സംഭവിച്ചത്. എഗെയിൻ ഒരു നല്ല ബോളിലാണ് അദ്ദേഹം ഔട്ടായത്. ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹത്തിന് നമുക്ക് ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല. 2 ഇന്നിംഗ്സിലും അദ്ദേഹത്തിന് ഔട്ടായ ബോളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല ബോളുകളിലാണ് ഔട്ടായത് എന്നുള്ളത്. പിന്നീട് മത്സരം കുറച്ചും കൂടെ മുന്നോട്ട് പോയി ലഞ്ചിന്റെ ഒരു സമയത്തേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും വിരാട് കോഹ്ലിയുടെ ഒരു അനാവശ്യമായിട്ടുള്ള ഷോട്ട്. അത് അനാവശ്യമായിട്ടുള്ള ഷോട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് പോകുന്ന ഒരു ബോളിനെ വിട്ട് കളിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര പ്രാക്ടീസ് ചെയ്താലും വിരാട് കോഹ്ലി മത്സരം കഴിയുമ്പോൾ ഉടനെ തന്നെ തോറ്റാലും ജയിച്ചാലൊക്കെ ഓടിപ്പോയി പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവിടെയല്ല ഇതിന് ചേഞ്ച് വേണ്ടത്, ബ്രെയിനിലാണ് ഇതിൻ്റെ ഒരു ചേഞ്ച് വേണ്ടത് എന്ന് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റലി ഉള്ള ഒരു കണ്ടീഷനിങ് മാറ്റാതെ അദ്ദേഹം അറിയാതെ കളിച്ചു പോകുന്ന ഒരു ഷോട്ടാണ് അത്. 6ാമത്തെ 7ാമത്തെ ഒക്കെ സ്റ്റമ്പിൽ വരുന്ന അറിയാതെ നമ്മൾ കളിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഏതായാലും അങ്ങനെ തന്നെ 33 വിക്കറ്റ് എന്ന നിലയിലേക്കാണ് ഇന്ത്യ ലഞ്ചിന് പോയപ്പോൾ അവസാനിപ്പിച്ചത് മത്സരം. പക്ഷേ ലഞ്ചിന് ശേഷം വന്നിട്ട് ഇന്ത്യയുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത് സൂപ്പർ ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഋഷഭ് പന്ത് കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ ഇന്നിംഗ്സിൽ അദ്ദേഹം ഒരു മോശം ഷോട്ടിലാണ് ഔട്ടായതെന്ന് നമ്മൾ കണ്ടു. അതിന് ഒരു പ്രായശ്ചിത്തം എന്നോണമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് നമ്മൾ ഈ ലഞ്ച് തൊട്ട് ടീ വരെയുള്ള സമയത്തിൽ കണ്ടത്. സൂപ്പറായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് 2 പേർക്ക്, യശസ്വി ജയ്സ്വാൾ ആകട്ടെ ഋഷഭ് പന്ത് ആകട്ടെ, ഒരു എക്സലന്റ് പ്രകടനമാണ് ആ ലഞ്ച് തൊട്ട് ആ ഒരു ടീ ബ്രേക്ക് വരെയുള്ള സമയത്തിൽ കാഴ്ചവെച്ചത്. ആ ഒരു സമയത്ത് 121 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ഇന്ത്യ എത്തുകയും 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുകയും ചെയ്തൊരു സമയമുണ്ടായിരുന്നു. പിന്നീട് ഒരു ലാസ്റ്റ് സെഷനിൽ ഓസ്ട്രേലിയക്ക് ജയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ലാസ്റ്റ് ഒരു സെഷൻ എന്ന് പറയുന്നത് മാക്സിമം 30-35 ഓവറുകളാണ് ബാക്കി ഉണ്ടാവുക. ആ ഒരു സെഷനിൽ ഇതുപോലെ തന്നെയുള്ള 7 വിക്കറ്റുകൾ എറിഞ്ഞിടുക എന്ന് പറയുന്നത് ഈസി അല്ല. പക്ഷെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ സമയത്ത് ആദ്യത്തെ ഒരു അരമണിക്കൂർ, ആ ടീ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു അരമണിക്കൂറും കൂടെ ഓസ്ട്രേലിയക്ക് വിക്കറ്റ് കൊടുക്കാതിരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നാൽ
അപ്പോൾ തന്നെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ ചേഞ്ച് വരും. അതായത് ഓസ്ട്രേലിയയുടെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് വരികയും അവർ മത്സരം കൈവിട്ട പോലെയാണ് പിന്നെ കളിക്കുക. കാരണം മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു സാധ്യത, ജയിക്കാനുള്ള ഒരു സാധ്യത അവർക്ക് ഇല്ല എന്ന് അവർക്ക് തോന്നുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജിൽ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഒരു മൊമെന്റം നഷ്ടപ്പെടുത്തരുത്, ഒരു മൊമെന്റം അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളത്. ഋഷഭ് പന്തിനെ ഞാൻ എന്ത് പറഞ്ഞാലും ഋഷഭ് പന്ത് ഞാൻ നേരെ ആവില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ മത്സരത്തിൽ, കഴിഞ്ഞ ഇന്നിങ്സിൽ ഗവാസ്കറിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, സ്റ്റുപ്പിഡ് 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 എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു. അദ്ദേഹം കളിച്ച ഒരു മോശം ഷോട്ടിനെയാണ് ഗവാസ്കർ മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞത്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഋഷഭ് പന്ത് പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ലഞ്ച് തൊട്ട് ടീ വരെയുള്ള സമയത്തിൽ മനസ്സിലാക്കിയത്. പക്ഷെ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നോട് ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ളത്, ഈ പരമ്പരയിലെ ഒറ്റ മത്സരത്തിലും ഋഷഭ് പന്തിന് നന്നായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, ഒരു 50 റൺസ് പോലും നേടാനായിട്ട് സാധിച്ചില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ 2 ഇന്നിങ്സിൽ അദ്ദേഹം കളിച്ച ഈ ഷോട്ട് ഉത്തരവാദിത്തമില്ലായ്മ എന്നാണ് ഇതിന് പറയുക. റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ബാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിനെ അടുത്ത മത്സരത്തിൽ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് പകരമായിട്ട് ധ്രുവ് ജൂറലിനെ ടീമിലേക്ക് കൊണ്ടുവരണം, ഒരു ചാൻസ് കൊടുത്ത് നോക്കണം എന്നുള്ളതാണ്. കാരണം ഇത്രയും ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചു, നമുക്കറിയാം ഒരുപാട് നല്ല മത്സരങ്ങൾ അദ്ദേഹം ഇന്ത്യയിൽ ജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ മത്സരങ്ങളിൽ ഇതുപോലെ ഉത്തരവാദിത്തമില്ലായ്മ ആയിട്ട് ഷോട്ടിൽ ഔട്ടായിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഒരു ട്രീറ്റ്മെന്റ് ഇതുപോലെ കൊടുക്കുമ്പോഴായിരിക്കും അദ്ദേഹം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരു അനാവശ്യമായിട്ടുള്ള ഷോട്ട്, അതും ഒരു പാർട്ട് ടൈം ബോളറിനെയാണ്. അതായത് ട്രാവിസ് ഹെഡ് എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ അവർ ഓവർ ഷോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാവിസ് ഹെഡിനെ കൊണ്ട് ഇങ്ങനെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഓവർ ഷോട്ട് ആയി കഴിഞ്ഞാൽ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റിൽ വ്യത്യാസം വരും. ആ പോയിന്റിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വീണ്ടും ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് ഓസ്ട്രേലിയക്ക് ഈസി ആവാതെയാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇംഗ്ലണ്ടൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓവർ ഷോട്ടിന്റെ പോയിന്റ് ഒരുപാട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഓവർ തള്ളാൻ വേണ്ടിയിട്ടാണ് ഈ സ്പിന്നറെ കൊണ്ട്, പാർട്ട് ടൈം സ്പിന്നറെ കൊണ്ട് എറിയിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഫീൽഡറിനെ വെച്ചിട്ട്, ബൗണ്ടറി ലൈനിൽ ഒരു ഫീൽഡറിനെ വെച്ചിട്ട് എറിയുമ്പോൾ അവിടെ തന്നെ അടിക്കണമെന്ന് എന്താണ് നിർബന്ധം? ഇത് എന്ത് പറഞ്ഞാലും ഇത് എൻ്റെ ഗെയിം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് കളിക്കുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു മത്സരത്തിലേക്കെങ്കിലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം എത്ര നല്ല പ്ലെയർ ആണെങ്കിലും ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ബാറ്റ് ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ടും ഇന്ത്യക്ക് ആ ഒരു ഫ്ലഡ് ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്, ഒരു മൊമെന്റം ഓസ്ട്രേലിയക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കുറ്റമായിട്ട് ഞാൻ കാണുന്നത്. അത് ആ വിക്കറ്റ് നഷ്ടപ്പെട്ടു, ഉടനെ തന്നെ രവീന്ദ്ര ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡി ഔട്ടായി. 2 വിക്കറ്റ്. ഇതാണ്, ഒരു വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ വ്യത്യാസം വരും, അവർക്ക് ജയിക്കാമെന്നുള്ളൊരു തോന്നൽ വരും, ഒരു കോൺഫിഡൻസ് വരും. ഇത് വരുമ്പോഴാണ് ഒരു ടീം മറ്റൊരു ടീമായിട്ട് മാറുന്നത്. അവരുടെ ബോഡി ലാംഗ്വേജിൽ വ്യത്യാസം വരുന്നത്, ജയിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വരുന്നത്, അവരൊരു ഗ്രൂപ്പായിട്ട് വീണ്ടും. അത് കഴിഞ്ഞിട്ട് ഋഷഭ് പന്ത് ഔട്ടായി കഴിഞ്ഞിട്ടുള്ള മത്സരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റംപ് മൈക്കിൽ നിന്ന് വരുന്ന കമന്റ്സ് കേട്ടാൽ തന്നെ അറിയാം. ആ ഷോർട്ട് ലെഗിലും സില്ലി പോയിന്റിലും ട്രാവിസ് ഹെഡും സാം കോൺസ്റ്റാസും ഒക്കെ നിന്നിട്ട്, അല്ലെങ്കിൽ സ്ലിപ്പിൽ സ്റ്റീവ് സ്മിത്തും ഒക്കെ നിന്നിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവർ ബാറ്ററെ കൺഫ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രഷറിലാക്കാനുള്ള എല്ലാ പരിപാടികളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഋഷഭ് പന്ത് ഒരു അരമണിക്കൂറും കൂടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഈ വർത്തമാനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവിടെ എല്ലാം അവസാനിക്കും, ആ ബോഡി ലാംഗ്വേജ് ഡൗൺ ആവും, ഓസ്ട്രേലിയ മത്സരം കൈവിട്ടതുപോലെയാവും. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞാൽ മത്സരം അപ്പോൾ സമനിലയിലാക്കാനായിട്ട് അവർ സമ്മതിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ആ ഒരു മത്സരം പോയിക്കൊണ്ടിരുന്നത്. അതാണ് ആ ഒരു ബാറ്റ് ഷോട്ടിലൂടെ ഋഷഭ് പന്ത് ഒരു അപകടം ക്ഷണിച്ചു വരുത്തിയത്. 2 വിക്കറ്റുകൾ പിന്നീട് നഷ്ടപ്പെട്ടു. പിന്നെ വാഷിംഗ്ടൺ സുന്ദറിന്റെ ഒരു ചെറുത്ത് നിൽപ്പ് നമ്മൾ കണ്ടു. എക്സലന്റ് ആയിട്ടുള്ള ഡിഫൻസ് ആണ് അദ്ദേഹത്തിന്, പറയാതിരിക്കാനാവില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫൻസിലാണ് അദ്ദേഹം കളിക്കുന്നത്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയക്ക് അദ്ദേഹത്തിന്റെ വിക്കറ്റ് അത്ര ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഫാസ്റ്റ് ബോളേഴ്സിനെയും സ്പിന്നർമാരെയൊക്കെ അദ്ദേഹം കളിക്കുന്ന രീതി എന്ന് പറയുന്നത്, ബേസിക്കലി വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറയുന്ന ഒരു നല്ല ബാറ്ററാണ്. അദ്ദേഹത്തിന്റെ ബോളിങ്ങിനേക്കാൾ കൂടുതൽ അദ്ദേഹം നല്ലൊരു ബാറ്ററാണ്. തമിഴ്നാട്ടിന് വേണ്ടിയൊക്കെ ഒരുപാട് ബാറ്റിംഗിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമാണ് വാഷിംഗ്ടൺ സുന്ദർ. ഞാൻ വിചാരിച്ചു വാഷിംഗ്ടൺ സുന്ദർ അവസാനം വരെ അത് തൂങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ യശസ്വി ജയ്സ്വാളിന്റെ ഒരു ഔട്ട്, അത് ഔട്ടാണോ ഔട്ടല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നിക്കോമീറ്ററിൽ അത് ഒന്നും കാണിക്കുന്നില്ല, സ്നിക്ക് കാണിക്കുന്നില്ല. പക്ഷേ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നതായിട്ട് ശരിക്കും കാണിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. അതിനെപ്പറ്റിയുള്ള ഡിബേറ്റുകളും അല്ലെങ്കിൽ വിവാദങ്ങളും ഒക്കെ ഇനിയാണ് ചർച്ചയാവാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഫീൽഡ് അമ്പയർ അത് ഔട്ട് വിധിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ശരിക്കും ഡിഫ്ലക്ട് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ സ്നിക്കോമീറ്ററിൽ സ്നിക്ക് കാണിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് അമ്പയർ പലപ്പോഴും ഒരു കൺക്ലൂസീവായിട്ട് എവിഡൻസ് അദ്ദേഹത്തിന് തോന്നിയാൽ ഇത് ഔട്ട് ആണെന്ന് അദ്ദേഹത്തിന് ഔട്ട് കൊടുക്കാം, അതിനാരെയും കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലെങ്കിൽ പലപ്പോഴും ഓൺ ഫീൽഡ് അമ്പയർ എന്താണോ തീരുമാനിച്ചത് അതിന്റെ കൂടെ പോകുകയാണ് പതിവ് എന്ന് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ഇത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളതിനെ പറ്റി പക്ഷെ കാണുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയും ഒരു ഡിഫ്ലക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്നിക്കോമീറ്റർ എന്തുകൊണ്ട്
അതിൽ സ്നിക്ക് കാണിച്ചില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയുകയുമില്ല. ഏതായാലും അതൊരു വിവാദം തന്നെയാണ്. അതിന് വീണ്ടും പലരും അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു എക്സലന്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനമായിരുന്നു യശസ്വി ജയ്സ്വാളിന്റെ. ഇന്ത്യയെ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അങ്ങനെ ഒരു ഷോട്ട് അനാവശ്യമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ടോപ്പ് ഓർഡർ ബാറ്റിംഗിൽ ഇപ്പോൾ യശസ്വി ജയ്സ്വാൾ, അതുപോലെ തന്നെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, ഇവരെല്ലാം തന്നെ ഇതുപോലെ ഒരു ടെസ്റ്റിന്റെ 5ാം ദിവസത്തിൽ ബാറ്റ് ചെയ്യുമ്പോൾ മത്സരം സമനിലയിലാക്കണം എന്നുള്ള ഒരു തീവ്ര നിശ്ചയത്തിലാണ് ബാറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഈ ഓപ്പണിങ്ങിലും 1 ഡൗണിലും 2 ഡൗണിലും വരുന്ന പ്രധാനപ്പെട്ട ബാറ്റർമാർ, അല്ലെങ്കിൽ ഒരു ആദ്യം വരുന്ന 5 or 6 പേരിൽ 4 പേര് ഇതുപോലെ ഒരു അനാവശ്യ ഷോട്ട് കളിച്ച് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മത്സരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുക? ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഷോട്ടുകളായിരുന്നു 4 പേരുടേതെയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൽ ഈ ഒരു അനാവശ്യം, അതായത് ബൗൺസറുകൾ, കാരണം ബോൾ ഓൾഡായി വേറെ ഒന്നും ചെയ്യാൻ അവർക്കില്ല, ആകെയുള്ളത് ബൗൺസറുകൾ എറിയുക എന്നുള്ളതാണ്. അത് തന്നെയാണ് പാറ്റ് കമിൻസ് ട്രൈ ചെയ്തത്. അതിൽ അങ്ങനെ ഒരു പുൾ ഷോട്ട് അല്ലെങ്കിൽ ഒരു ഹുക്ക് ഷോട്ട് പോലത്തെ ഒരു ഷോട്ട് കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത്. പിന്നെ എല്ലാം ഒരു എന്താ പറയുക, ഒരു ഈസി ആയിട്ട് അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. 184 റൺസിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് 155 റൺസിന് ഇന്ത്യനെ ഓൾ ഔട്ട് ആക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു. പരമ്പരയിൽ 2-1 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത മത്സരത്തിൽ ഇന്ത്യ ജയിച്ച് ഈ പരമ്പര സമനിലയിൽ 2-2 എന്ന് പറയുന്ന സമനിലയിലാക്കിയാൽ മാത്രമേ ബോർഡർ ഗവാസ്കർ ട്രോഫി 10 കൊല്ലത്തിന് ശേഷവും ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഇരിക്കുള്ളൂ. അഥവാ അടുത്ത ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയ ജയിക്കുകയോ സമനിലയിലാവുകയോ ചെയ്താൽ പോലും ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയ കൈകളിലേക്ക് പോകുമെന്നുള്ളതാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ പറ്റി പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് സൗത്ത് ആഫ്രിക്ക, അവർ ഓൾറെഡി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇന്ത്യ ആയിരിക്കുമോ അതോ ഓസ്ട്രേലിയയും ആയിരിക്കുമോ എന്നുള്ളതൊക്കെ അടുത്ത ടെസ്റ്റ് മത്സരവും പിന്നെ ശ്രീലങ്കയുമായിട്ട് 2 മത്സരങ്ങൾ ഓസ്ട്രേലിയ കളിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ വിധി എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ശ്രീലങ്കയിൽ പോയിട്ട് ഓസ്ട്രേലിയ തോൽക്കുകയാണെങ്കിൽ അപ്പോഴും ഇന്ത്യക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 2 ടെസ്റ്റ് മത്സരം തോക്കണം അവിടെ പോയിട്ട്. ഏതായാലും അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ബൗളിംഗ് ടോപ്പ് ക്ലാസ് ആയിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓസ്ട്രേലിയൻ ടീമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും എത്രയൊക്കെ അവരെ മോശമായിട്ട് ചിത്രീകരിച്ചാലും അവരുടെ ആ ഒരു നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും മത്സരം കൈവിടാതെ എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ഒരു ഗേറ്റ് ഓപ്പൺ ആവും, അതിലൂടെ പിടിച്ചു കയറാനുള്ള ഓസ്ട്രേലിയയുടെ ഒരു മനോധൈര്യം അല്ലെങ്കിൽ അവരുടെ അതിനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പാറ്റ് കമിൻസിന്റെയും സ്കോട്ട് ബോളണ്ടിന്റെയും പ്രകടനം എന്ന് പറയുന്നത് എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടീ ബ്രേക്കിന് ശേഷം ബോളിൽ ഒന്നും തന്നെ ലഭിക്കാത്ത ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ പിച്ചിൽ വലിയ ഹെൽപ്പുകളൊന്നും ലഭിക്കാത്ത ഒരു സിറ്റുവേഷനിൽ അവർ 2 പേരും ബൗൾ ചെയ്തു. നാത്തൻ ലയനും അതുപോലെ തന്നെ മികച്ച രീതിയിൽ ബൗൾ ചെയ്തു. എസ്പെഷ്യലി പാറ്റ് കമിൻസിന്റെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ്. 2 ഇന്നിംഗ്സിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ ഈ ഒരു ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എക്സലന്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണ് പാറ്റ് കമിൻസ് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകടനം അദ്ദേഹത്തിന് അത്രത്തോളം മികച്ചതാണ്. മെൽബൺ ടെസ്റ്റില്, ബോക്സിംഗ് ഡേ ടെസ്റ്റില് ആരാണോ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് അവർക്ക് പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളിന് ഒരു പ്രത്യേക മെഡൽ സമ്മാനിക്കാറുണ്ട്. ആ മെഡലിന്റെ പേരെന്താണെന്നുള്ളത് മുല്ലാഖ് മെഡൽ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഒരു പ്രാവശ്യവും പാറ്റ് കമിൻസ് ഈ മുല്ലാഖ് മെഡലിന് അർഹനായിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം പാകിസ്ഥാനുമായിട്ട് നടന്ന ടെസ്റ്റ് മത്സരത്തിലും ഇതുപോലെ തന്നെ ബോക്സിംഗ് ഡേയിൽ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പാറ്റ് കമിൻസ് ആയിരുന്നു. ഈ വർഷവും ആ മെഡൽ തന്റെ കയ്യിൽ വെക്കാനായിട്ട് പാറ്റ് കമിൻസിന് സാധിച്ചിരിക്കുകയാണ്. വെൽഡൺ ഓസ്ട്രേലിയ. എക്സലന്റ് ആയിട്ട് ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു അവസാന ദിവസത്തിൽ ഓസ്ട്രേലിയ കാഴ്ചവെച്ചത്. ഏതായാലും ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഈ ഒരു പരമ്പര കഴിയുമ്പോഴേക്കും ഇന്ത്യൻ നിരയിലെ പ്രമുഖരായിട്ടുള്ള പലരുടെയും തല ഉരുളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ ഈ ഒരു പരമ്പര കഴിഞ്ഞിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. സിഡ്നി ടെസ്റ്റ് ബാക്കിയുണ്ട്. ആ ടെസ്റ്റിൽ ജയിച്ചിട്ട് പരമ്പര 2-2 എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ. അങ്ങനെ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചാൽ പോലും ഇന്ത്യക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.